ഹായ്, ഞാൻ ഷെഫീല ആരിഫ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ 65 ആണ്. ഒരു 500 ഗ്രാം ചിക്കൻ, അത് വിത്ത് ബോണാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ അതിലേക്ക് മസാല മാരിനേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. കുറച്ച് മല്ലിയില, ഒരു കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, കുറച്ച് കരിവേപ്പില. ഇത് നന്നായിട്ട് ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ 65ൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് മാരിനേഷന് വേണ്ടി സാധനങ്ങൾ ഞാനിതവിടെ 2 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ്. ഞാൻ കാശ്മീരി ചില്ലിയും സാധാ മുളക് പൊടിയും കൂടിയാണ് എടുത്തത്. നിങ്ങളെ അളവിനനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയും ചെയ്യാം. ഇതൊരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ഒരു 1.5 ടീസ്പൂൺ നമ്മളെ അരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ കോൺഫ്ലവർ. നാല് ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ തൈര്, ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങളാണ്. നേരത്തെ പറഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, കരിവേപ്പില, ഇതെല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഫുള്ള് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്ററായിട്ട് നമ്മൾ എടുക്കാം. ഇതിലേക്ക് ഉപ്പ് കൂടി ചേർക്കണം, ആവശ്യത്തിനുള്ള ഉപ്പ്. അതും ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടേ കുറയ്ക്കേ ചെയ്യാം. ഇനി അതെല്ലാം ഇട്ടിട്ട് ഞാനൊന്ന് ബാറ്റർ ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒരു തിക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് നോക്കാം, ഉപ്പ് പാകത്തിനുണ്ട്. ഇനി 1/2 kg ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എല്ലുള്ള പീസ് ചിക്കനാണ്. അപ്പോൾ നന്നായിട്ട് ഒന്ന് മാരിനേറ്റ്. എല്ലുള്ള പീസാണ് എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. ബോൺലെസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നന്നായിട്ട് ഇത് 2 ടൈപ്പിൽ ചെയ്യും. ഡ്രൈ ഫ്രൈ ആയിട്ട് ചെയ്യും, ഒരു തിക്ക് ഗ്രേവിയിലേക്ക് മിക്സ് ചെയ്ത് അങ്ങനെയും ചെയ്യും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഡ്രൈ ഫ്രൈ ആയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ചെയ്യാണ്. അപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ 10-15 മിനിറ്റ് ഫ്രിഡ്ജിന് താഴെ വെച്ചതാണ്. ഇത് ശരിക്കും ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാ മസാലയും അതിൽ പിടിച്ചിരിക്കും. ഞാനിതിൽ കളർ ആഡ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്യാം. പൊതുവേ കളർ ആഡ് ചെയ്യില്ല, അതിന് പ്രത്യേക ടേസ്റ്റ് ഒന്നുമില്ല, കാണാനൊരു ഭംഗി ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ചിക്കൻ ഡ്രൈ ഫ്രൈ 65ൻ്റെ ഡ്രൈ ഫ്രൈ ആണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ വേണമെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് ഒരു സോസ് വെച്ച് ചെയ്യാം, അത് ഞാൻ പിന്നെ കാണിക്കാം. ഇപ്പോൾ ഡ്രൈ ഫ്രൈ ആണ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ടറായിട്ടൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് ഓയിൽ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ പീസ് ഇട്ട് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചില്ലി പൗഡർ നല്ല കാശ്മീരി ചില്ലി ചേർക്കുമ്പോൾ തന്നെ കളർ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു പക്ക കളർ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. കളർ പൊതുവേ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞാനങ്ങനെ കളർ വാങ്ങി സൂക്ഷിക്കാറില്ല. എപ്പോഴും കളർ വേണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ഉണക്കി പൊടിച്ച പൊടിയാണ് ഞാൻ പൊതുവേ യൂസ് ചെയ്യാറ്. കളർ വേണ്ടവർക്ക് കളർ ചേർക്കാം ഞാൻ പറയുന്നത്. ഞാനിവിടെ കളർ ചേർക്കുന്നില്ല. അപ്പോൾ കാണുമ്പോൾ അതൊരു പക്ക ഒരു കളർ ഉണ്ടാവില്ല, പക്ഷേ ടേസ്റ്റ് സെയിം ആയിരിക്കും, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. എല്ലാം ഇട്ടിട്ടില്ല, 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്യാം. എല്ലാം കൂടി കോരിയിട്ട് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് 2 ബാച്ചായത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് കുക്ക് ചെയ്യാൻ, എന്നാലേ നല്ല ക്രിസ്പിയും ഉള്ളിൽ കുക്കാവും ചെയ്യുള്ളൂ. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ഒരു വശം കുക്കായി വന്നിട്ടുണ്ട്. ഇത് മറിച്ചിടാം. കളർ ചേർക്കാഞ്ഞിട്ട് തന്നെ കാശ്മീരി ചില്ലിൻ്റെ നല്ലൊരു കളർ വരുന്നുണ്ട്. നിങ്ങളെ ഇഷ്ടം വേണമെങ്കിൽ കളർ ചേർക്കാം. ലോ ഫ്ലെയിം ഇട്ട് കുക്ക് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് ഫുള്ളൊന്ന് മറിച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഫുള്ള്
മറിച്ചിട്ടിട്ടുണ്ട്. ഇത് പിന്നെയും ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ 65 നല്ല കുക്കായി ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കിച്ചൺ ടിഷ്യൂലേക്കോ ഒരു പാത്രത്തിലേക്കോ നിങ്ങൾക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഹോട്ടലിൽ പോയൊക്കെ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റി ആയിട്ട്, ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടോട് കൂടിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനി ഒരു ബാച്ചും കൂടി ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഞാൻ അതും കൂടി ഫ്രൈ ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും പോയി ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.